ഹലോ, അസ്സലാമലൈക്കും. നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഇന്നൊരു നല്ല തനി നാടൻ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ പേരാണ് ഉള്ളിപ്പത്തിരിയും അതുപോലെ തന്നെ കോഴിമുളകും എന്നാണ് പറയുക. തനി നാടനാണ്, നല്ല ഹെൽത്തിയാണ് കേട്ടോ. പണ്ടത്തെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്ക്. അറിയാത്തവരുണ്ടാവും. അറിയുന്നവരാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ദാ ആദ്യം തന്നെ ഞാൻ ഒരു ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതെന്ന് വെച്ചാൽ പൊടി വാട്ടാനുള്ളതാണ് കേട്ടോ. ഉള്ളിപ്പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള പൊടി വാട്ടാൻ. അപ്പോൾ ദാ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഉപ്പിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ തിള വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് അരിപ്പൊടിയാണ് ഇടുന്നത്. നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന റോസ്റ്റഡ് പൊടിയില്ലേ, നമ്മളെ പത്തിരിപ്പൊടി എന്ന് പറയുന്നത് പച്ചരിപ്പൊടി, അതാണിത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വാട്ടുന്ന അളവൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റേതൊരു കൈയളവാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു കപ്പ് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ അതിന് 1.5 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചാൽ മതി ട്ടോ. ആ ഒരു കണക്കിൽ നിങ്ങൾ വെള്ളം തിളപ്പിച്ചെടുത്താൽ മതി. ഞങ്ങളെങ്ങനെ വാട്ടുകയെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് പൊടി ഇട്ട് കൊടുത്തിട്ട് വാട്ടിയെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ തീ ഓഫാക്കരുത്. നന്നായിട്ട് വാട്ടി ഈ ഒരു തിളച്ച വെള്ളത്തിൽ പൊടി നന്നായിട്ട് മിക്സ് ആയിട്ട് വരണം. അതുവരെയാണ് ഇത് വാട്ടിയെടുക്കേണ്ടത് കേട്ടോ. പെട്ടെന്നങ്ങ് തീ ഓഫ് ചെയ്യരുത്. ഇപ്പോൾ ദേ നന്നായിട്ട് പൊടി ചേർത്ത് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കണ്ടോ, ഇതിൽ തീരെ തരിയായിട്ട് പൊടി ഉണ്ടാവാൻ പാടില്ല. ആ ഒരു രീതിയിലാകുന്ന വരെ നമ്മളത് വാട്ടിയെടുക്കണം. ഇപ്പോൾ ഇത് നോക്ക്, ചെമ്പിൻ്റെ അടിയിൽ പോലും ഒരു തുള്ളി ഒരു പൊടി പോലും നമുക്ക് നനയാത്ത പൊടിയില്ല. ഇനി ഇത് ഇതാ വാട്ടിക്കഴിഞ്ഞ് തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിന് ഞാനൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കൈ കൊണ്ടൊക്കെ തൊടാൻ പറ്റുന്ന ഒരു നേരിയ ചൂട് അതിന് ആവശ്യമുള്ളൂ. അതുവരെ നമ്മളിതൊന്ന് കവർ ചെയ്ത് വെക്കണം കേട്ടോ. സാധാരണ നമ്മൾ പത്തിരി ഉണ്ടാക്കുന്ന പോലെ ചൂടോടെ കുഴയ്ക്കല്ല ചെയ്യണത്, മൂടി വെക്കുകയാണ്. ഇനിയിപ്പോൾ ദാ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു നേരിയ ചൂട് അതിനുള്ളിൽ ഇട്ട് നമ്മളിതാ കൈ കൊണ്ട് തൊടുന്ന സമയത്ത് നമുക്ക് കൈവച്ച് കുഴക്കാനൊക്കെ പറ്റുന്ന പാകത്തിലായി. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ ഉള്ളി. ഒരു വലിയ സൈസുള്ള ഒരു ഉള്ളി ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചതാണ്. പിന്നെ മല്ലിയിലാണ് എടുത്തത്. അപ്പോൾ മല്ലിയിലക്ക് പകരം നിങ്ങൾക്ക് മുരിങ്ങൻ്റെ ഇല അതൊക്കെ ചേർക്കും ട്ടോ. മുരിങ്ങൻ്റെ ഇല, ഉലുവൻ്റെ ഇല അതൊക്കെ വേണമെങ്കിൽ ചേർക്കാം. എൻ്റെ അടുത്തിപ്പോൾ മല്ലിയിലാണുള്ളത്. അപ്പോൾ ഞാനതാണ് ഇട്ട് കൊടുത്തത് ട്ടോ. കുറച്ചധികം വേണേ, കുറച്ച് തീരെ കുറവല്ല, കുറച്ച് നല്ലോണം വേണം. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇനി നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ഇതിൽ ജീരകം, എള്ള് അങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർക്കൂല കേട്ടോ. ഇത് മാത്രമേ ചേർക്കുള്ളൂ. ഇനി ഇത് കൈ ഇടയ്ക്കിടയ്ക്കൊന്ന് വേണമെങ്കിൽ വെള്ളത്തിൽ നനച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. വെള്ളം പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം നമ്മൾ കൈ കൊണ്ടൊന്ന് തളിച്ച് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. നല്ല സോഫ്റ്റ് ആയിരിക്കണം കേട്ടോ. ആ ഒരു രീതിയിൽ കുഴച്ചെടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആക്കി കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഹാർഡായി പോകാൻ പാടില്ല. നല്ല സോഫ്റ്റ് ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എക്സ്ട്രാ വെള്ളം ചേർക്കണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് തന്നെ കുഴച്ചെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് വേണ്ടി കേട്ടോ. നല്ല സോഫ്റ്റാണ്. ഇനി ഇതിൽ നിന്ന് ഓരോ ഉരുളെടുത്തിട്ട് നമ്മൾ പത്തിരിയായിട്ട് പരത്തുകയാണ് ചെയ്യുക കേട്ടോ. ഒന്നുകിൽ പൊടിയിട്ടിട്ട് പരത്താം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പ്രസ്സിൽ പരത്താം. ഞാനിപ്പോൾ പ്രസ്സിലാണ് പരത്തിയെടുക്കുന്നത് കേട്ടോ. പൊടിയിട്ട് പരത്തുന്നതിനെക്കാട്ടും നല്ലത് പ്രസ്സിൽ പരത്തുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ കവർ ഉണ്ടെങ്കിൽ, പ്രസ്സില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കവറിൽ വെച്ചിട്ട് കവറിൽ അടിയിലും മേലെയും കവർ വെച്ചിട്ട് അതിൻ്റെ മേലെ പ്ലേറ്റ് വെച്ച് അമർത്തിയാലും മതി. ഞാനിപ്പോൾ ഇവിടെ പ്രസ് ഉള്ളതുകൊണ്ട് അതിലും ഞാൻ കവർ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ചെറുതായിട്ടൊന്ന് എണ്ണ തടവി കൊടുത്തതിന് ശേഷം ഞാനിത് വെക്കുന്നുണ്ട്. എൻ്റെ പ്രസ് കുറച്ച് പഴയതാണ് കേട്ടോ. 2 പ്രാവശ്യം നെക്കിയാലാണ് പരന്ന് വരുള്ളൂ. പ്രസ് കേടായിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ദാ ഇത് ഒന്ന് പ്രസ് ചെയ്ത്, അപ്പോൾ ഒരു ഭാഗം മാത്രമാണ് ഇതിൽ പരക്കുക. നല്ല പ്രസ്സാണെങ്കിൽ ഒറ്റ പ്രസ്സിൽ പരന്ന് വരും കേട്ടോ. ഞാനിപ്പോൾ 2 പ്രാവശ്യം ആക്കിയിട്ടാണ് ഇത് പ്രസ് ചെയ്തെടുക്കുന്നത്. ഒരുപാടങ്ങ് പ്രസ് ചെയ്യരുത്, കുറച്ച് കട്ടിയിലാണ് വേണ്ടത്. അത് ഒന്ന് ശ്രദ്ധിക്കണേ. നമ്മൾ നൈസ് പത്തിരി ഉണ്ടാക്കുന്ന പോലെ ഭയങ്കര നൈസായിട്ടല്ല വേണ്ടത്. കുറച്ചൊരു കട്ടിയിലാണ് ഉണ്ടാക്കേണ്ടത് കേട്ടോ. കാരണം ഇതിൽ ഉള്ളി ഉള്ളതുകൊണ്ട് പൊട്ടിപ്പോവും. അപ്പോൾ ഒരുപാടങ്ങ് നൈസാക്കാൻ പാടില്ല. ഉള്ളി നമ്മൾ കുറച്ച് വലിയ പീസായിട്ടല്ല ഉള്ളത്. ഇപ്പോൾ ദാ എല്ലാം ഞാൻ പരത്തിയിട്ട് ഇവിടെ ട്രേയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചുടാൻ വേണ്ടി നിൽക്കാം കേട്ടോ. ഒറ്റയടിക്ക് ഞാൻ എല്ലാം പരത്തി വെച്ചതിന് ശേഷം ചുടാൻ നിന്നാൽ മതി. ഒറ്റൊന്നും ഒട്ടിപ്പോവുകയൊന്നും ചെയ്യൂല. നല്ല കാണാനുള്ള ഭംഗി പോലെ തന്നെയാണ്. ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. നമുക്ക് തിന്നാൽ നിർത്താൻ വേണ്ടി പറ്റൂല, ഇങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കും. ഇനിയിപ്പോൾ ഇതാ ചൂടായ തവയിലേക്ക് ഇങ്ങനെ ഓരോന്നോരോന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സാധാരണ പത്തിരിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ തന്നെയാണ്. ആദ്യത്തെ മറിച്ചിടൽ ഒന്ന് പെട്ടെന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വെന്തതിന് ശേഷമാണ് ഇപ്പുറത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് അടിഭാഗം ഒന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ നൈസ് പത്തിരി പൊള്ളുന്ന പോലെ ബോള് പോലെ പൊള്ളൂല, എന്നാലും അത്യാവശ്യം പൊള്ളിയിട്ട് വരും. ഒരുപാടങ്ങ് മേലോട്ട് പൊന്തി വരൂല കേട്ടോ. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഈ ഒരു രീതിയിലാണ് പൊള്ളി വരിക കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഉള്ളിൻ്റെ വലിയ പീസ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം കേട്ടോ. ഇനി എടുത്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചുട്ട ഉടനെ തന്നെ നമ്മളിത് ഒരു പ്ലേറ്റിലേക്കോ പാത്രത്തിലേക്കോ കാസറോളിലേക്കോ ഇട്ടിട്ട് അതിൻ്റെ മേലെ കുറച്ച് നല്ല നെയ്യ്, ഗീ ഇല്ലേ, പശു നെയ്യ്, അതാണ് പരട്ടി കൊടുക്കുക കേട്ടോ. അതിൻ്റെ മേലെ ഞാൻ നന്നായിട്ട് പരട്ടി കൊടുത്തിട്ടുണ്ട്. ഓരോ പത്തിരിയും നമ്മൾ ചൂടോട് കൂടി തന്നെ ഈ പ്ലേറ്റിലേക്ക് ഇട്ടതിൻ്റെ ശേഷം വേഗം പെട്ടെന്ന് ഈ ഒരു നെയ്യ് പരട്ടി കൊടുക്കുക. എന്നിട്ട് കവർ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഇങ്ങനെയാണ് ഈ ഒരു പത്തിരിൻ്റെ മേക്കിംഗ് എന്ന് പറയുന്നത്. അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ. ഒരുപാട് നേരം സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും.
ഇനിയിപ്പോൾ അടുത്തത് ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് കോഴിമുളകാണ്. അപ്പോൾ ഇതാ ഒരു 1/200 ഒരു ചിക്കനാണ് ഇട്ടത്. 1/200 ഇതിൻ്റെ വെയിറ്റ്. അത് നന്നായിട്ട് ചെറിയ പീസാക്കി മുറിച്ച് വെള്ളമൊക്കെ പോക്കി കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി വേണം. ഇതിൽ കുറച്ചൊരു സ്പൈസി കറിയാണ് കേട്ടോ, കുറച്ച് മുളക് പൊടി കൂടുതൽ വേണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലേൻ്റെ പൊടിയാണ് 1 ടീസ്പൂണോളം. അതും കൂടെ ചേർത്തിട്ട് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തീരെ വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. കഴുകിയിട്ട് ഓട്ടപാത്രത്തിലിട്ടിട്ട് ഊറ്റിയെടുത്ത ചിക്കൻ ആയിരിക്കണം. അതുപോലെ തന്നെ കുക്കറിൽ തീരെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. കുക്കറിൽ വെക്കണം എന്നില്ല കേട്ടോ, ചട്ടിയിലോ അല്ലെങ്കിൽ ചെമ്പിലോ ഒക്കെ വേവിച്ചെടുക്കുക. എങ്ങനെയായാലും പ്രശ്നമില്ല. ഞാൻ പെട്ടെന്നാവാൻ വേണ്ടി കുക്കറിൽ ഇട്ടുന്നേ ഉള്ളൂ. ഇത് ശരിക്കും നല്ല തനി നാടൻ അടുപ്പിൽ വെച്ചിട്ട് അടുപ്പിലൊക്കെ മറ്റേ ചട്ടിയിലുണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടത്. അപ്പോൾ അത് നന്നായിട്ട് മൂടിയിട്ട് ഒറ്റ വിസിൽ വരുന്നേരം കേട്ടോ, ഒരു മീഡിയം തീയിൽ ഇട്ടിട്ട് ഒരു വിസിൽ വന്നാൽ അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക. അപ്പോൾ അത് ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ഇതിനുള്ള ഗ്രേവി ഉണ്ടാക്കണം. അപ്പോൾ ഒരു ചെമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ആണ് വേണ്ടി കേട്ടോ. ഈ ഒരു കറിക്ക് വെളിച്ചെണ്ണ നിർബന്ധമാണ്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന സമയത്താണ് ആ ഒരു റിയൽ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 വലിയ സൈസുള്ള ഉള്ളി നീളത്തിൽ അരിഞ്ഞ് വെച്ചതാണ്. അത്യാവശ്യം ഉള്ളി വേണം, എന്നാലാണ് ആ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കൂടുതൽ ഉള്ളി ഇട്ടെന്ന് വെച്ചിട്ട് മധുരിക്കോ എന്നുള്ള അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നന്നായിട്ട് വാട്ടിയെടുത്താൽ മധുരിക്കൂല. അപ്പോൾ നന്നായിട്ട് വാട്ടിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു പാകത്തിലാണ് വേണ്ടത് കേട്ടോ. ഉള്ളിയൊക്കെ ചുരുങ്ങി നല്ല സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കൂടെ ഇഞ്ചി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. നമ്മൾ ചിക്കൻ വേവിക്കുന്ന സമയത്ത് 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി 1/2 ഇതിലും ചേർത്തതാണ്. ഇനി അതിൻ്റെ ഒരു പച്ചമുളകൊന്ന് മാറി വരുന്നവരെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ഒരു പച്ചമുളകൊന്ന് മാറി എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തക്കാളിയാണ് വേണ്ടി കേട്ടോ. തക്കാളി നമ്മൾ ഉള്ളി എടുത്ത് അത്ര തന്നെ എടുക്കണം. അത്യാവശ്യം വലിയ 3 തക്കാളിയാണ് എടുത്തത്. ഇനി ആ തക്കാളി ഒന്ന് വാടിക്കോട്ടെ. നമ്മൾ പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി ഞാനിതൊന്ന് കവർ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. 1-2 മിനിറ്റ് നേരം ഒന്ന് കവർ ചെയ്ത് വേവിച്ചാൽ പെട്ടെന്ന് വാടി വന്നോളും. ഇനിയിപ്പോൾ നമ്മളെ ചിക്കനൊക്കെ വെന്തോ എന്നുള്ളത് നോക്കുക. ഞാനൊരു വിസിൽ വന്നതിന് ശേഷം തീ ഓഫ് ചെയ്ത് വെച്ചതാണ്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചില്ലെങ്കിലും അതിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളമാണ് ഇട്ടത്. ഇനിയിപ്പോൾ നമ്മളെ തക്കാളി തുറന്ന് നോക്കുക. തക്കാളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലായാൽ മതി കേട്ടോ. ഒരുപാട് അങ്ങോട്ട് കുഴച്ചെടുക്കേണ്ടില്ല. ഈ ഒരു പാകത്തിലായാൽ മതി. 2-3 മിനിറ്റ് വരെ അടച്ച് വേവിച്ചതാണ്. ഇനി ഇതിലേക്ക് പൊടികളാണ് വേണ്ടത്. വീണ്ടും 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. വലിയ ജീരകം പൊടിച്ച പൊടിയാണ് 1 ടീസ്പൂൺ. ഇത്രയല്ലേ ഇനി പൊടി ചേർക്കേണ്ടിയുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ചിക്കനിൽ ചേർത്തതാണ്. എന്നിട്ട് ആ പൊടികളൊരു പച്ചമണം മാറുന്നവരെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ചിക്കനും അതിൻ്റെ ഗ്രേവിയോട് കൂടി വെള്ളത്തോട് കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പം ചിക്കൻ വല്ലാണ്ടങ്ങ് വെന്ത് പോകാൻ പാടില്ല. നമ്മളൊരു 1/4 ഭാഗം വേവിച്ചെടുത്തിട്ട് പിന്നെ ഇതിലേക്ക് ചേർക്കുകയാണ് ചെയ്യുക. 1/4 എന്നല്ല, ഒരു 90% കുക്ക് ചെയ്തിട്ട് നമ്മൾ ഒരു വിസിൽ വരുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് കുക്കായി വരും. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് ഗ്രേവിയും ആ ഒരു ചിക്കനും രണ്ടും കൂടെ ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ച് 2-3 മിനിറ്റ് നേരം കൂടെ ഞാനിതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. 2-3 മിനിറ്റ് മാക്സിമാണ്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യത്തിന് ഗ്രേവിയും വെള്ളമൊക്കെ ഇതിലുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്. നമ്മൾ മസാലയിൽ ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ അത് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ചിക്കനിൽ മാത്രമല്ല നമ്മൾ ഉപ്പിട്ടിട്ടുള്ളൂ. അപ്പോൾ അത്യാവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കുക. 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് മാക്സിമം. ഇപ്പോൾ നമ്മൾ 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തീയൊക്കെ ഓഫ് ചെയ്ത് വെച്ചതാണ്. ഇനി ഇതിലേക്ക് 2-3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ചിക്കൻ മുളകും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളിപ്പത്തിരി കേട്ടോ. ഇതുണ്ടാക്കി നോക്കി ടേസ്റ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അത്ര അടിപൊളിയാണ് കേട്ടോ. എൻ്റെ നാട് എന്ന് പറയുന്നത് കോഴിക്കോട് പാലാഴിയാണ്. ഞങ്ങൾ അവിടെ ആ ഭാഗത്തേക്കുള്ള ഒരു ട്രഡീഷണൽ പത്തിരിയും കറിയാണിത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ചെറുതാകുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ വീട്ടിൽ പോയാൽ അവിടുന്ന് കഴിച്ചതാണ് ഈ ഒരു ഇതെന്ന് പറയുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. അടിപൊളി കോംബോ ആണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഹെൽത്തി ആക്കാൻ വേണ്ടി ഞാൻ മല്ലിയില ഇട്ടതിന് പകരം ഞാൻ പറഞ്ഞല്ലോ ഉലുവൻ്റെ ഇലയും അതുപോലെ തന്നെ മുരിങ്ങൻ്റെ ഇലയൊക്കെയാണ് ഈ ഒരു പത്തിരിയിൽ കൂടുതലായിട്ടും ഉപയോഗിക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ മല്ലിയില ഇട്ടാലും മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ ഇൻഷാല്ലാ ഇനി അടുത്ത നല്ലൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.